പ്രിയ സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്കായി നമ്മൾ അടുത്തു വന്നിരിക്കുന്നതിൻ്റെ 23-ാം ദിവസമായ ഇന്ന് നമ്മുടെ നോമ്പ് ദിന ധ്യാനത്തിനായി ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിപ്രകാരമാണ്: അതിന് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. നമ്മുടെ തലകളെ നമുക്ക് അല്പനേരം തിരുമുൻപാകെ വണങ്ങിക്കൊള്ളാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദചിന്തയെ, വേദധ്യാനത്തെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാനോട് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ വരേണമേ. അത്യുന്നതന്റെ ശക്തിയാൽ എൻ്റെ ജീവിതം നിഴലിടേണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ നിൽക്കും. രോഗികൾക്ക് തമ്പുരാനെ നീ അവിടുന്ന് ആശ്വാസം നൽകണമേ. വേദനയിൽ കഴിയുന്ന എല്ലാ മക്കളെയും നിന്റെ കരുണയാൽ തമ്പുരാനെ നീ അവിടുന്ന് കാത്തുകൊള്ളണമേ. ജോലി ഭാരങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. തളർന്നിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തണമേ. എല്ലാ ഹൃദയങ്ങളെയും നിന്റെ സമാധാനത്തിൽ നിറയുമാറാകണമേ. നിന്റെ തിരുപ്പിറവിയെ കാത്തിരിക്കുന്ന ഞങ്ങൾ സവിനയം തമ്പുരാനെ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നൊമ്പരം കൊണ്ട് നീറുന്ന ദമ്പതികളെ നിന്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. അവരുടെ കണ്ണുനീർ കണ്ട് നിന്റെ സമയത്ത് നിന്റെ ഇഷ്ടപ്രകാരം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ അവിശ്വാസമായ ചിന്തകൾ എല്ലാം അവിടുന്ന് ദൂരീകരിക്കണമേ. അവിടുന്ന് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് ജനിക്കണമേ. ഈ വചനം ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ തിരുവചനത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ഒരു പ്രവർത്തനമാണത്. ഈ വചനം ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചു നമ്മെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വചനമാണിത്. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന നിമിഷം, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാകാത്തത് ദൈവം ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ജനിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവത്തിൻ്റെ തുടക്കമാണത്. ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യശക്തിയിൽ നിന്നുള്ളതല്ല, അത് പരിശുദ്ധാത്മാവിനാൽ നിന്നുള്ളതാണ്. മറിയം പൂർണ്ണമായി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരികയാണ് ഉണ്ടായത്. ദൈവം അന്വേഷിക്കുന്നത് പൂർണ്ണമായ അത്തരം സമർപ്പണ ബോധത്തോടെയുള്ള ഹൃദയങ്ങളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. തുറന്ന ഹൃദയങ്ങളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെ അത്യുന്നതന്റെ ശക്തി നിഴലിടും. സംരക്ഷണത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. നിഴൽ എന്നത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല, അത് സംരക്ഷണത്തിന്റെ അടയാളമാണ്. അത് സംരക്ഷണത്തിന്റെ അടയാളമാണ്. ദൈവത്തിന്റെ ശക്തിയെ മറിയത്തെ മൂടിയപ്പോൾ അവൾ സുരക്ഷിതയായിരുന്നു. കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല,
നിന്റെ ജീവിതം അവന്റെ ശക്തിയുടെ കീഴിലാണ്. ആമേൻ. വിശുദ്ധ പ്രജ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു രഹസ്യമാണ്. ഈ വചനത്തിന്റെ മർമ്മം ഇതാണ്: ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവപുത്രനാണ്. അവൻ ഇരുട്ടിലേക്ക് വെളിച്ചമായി വന്നു, പാപത്തിലേക്ക് പരിശുദ്ധിയായി വന്നു, അവൻ മരണത്തിലേക്ക് ജീവനായി വന്നു. തിരുപ്പിറവി എന്നത് ദൈവം മനുഷ്യനെ തേടിയെത്തിയ പരിശുദ്ധമായ നിമിഷമാണ്. ഈ വിശുദ്ധ നോമ്പ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഇടം നൽകുവാൻ സംഗതിയാകും. നോമ്പുകാലം വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതം, മിതമായ സംസാരത്തിൽ, നമ്മുടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ, സഹജീവികളോടുള്ള കാരുണ്യത്തിലൂടെ, അത് ദൈവം നമ്മിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ ജീവിതത്തെ പുതുക്കുന്ന ഒരു കാലമാണ്. ആ ഒരു പുതുക്കത്തിന് ഈ നോമ്പുകാലം നമുക്കിടയാകണം. ശബ്ദം കുറയുമ്പോൾ, ലോകം മൗനമാകുമ്പോൾ, ധ്യാന നിരതരായിരിക്കുമ്പോൾ, ഹൃദയം തുറക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ആമേൻ. ഇന്നത്തെ ആത്മീയമായ വിളി ഇതാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: എൻ്റെ ആത്മാവിന് നിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ട്. എൻ്റെ പരിശുദ്ധാത്മ ശക്തിക്ക് നിന്റെ ജീവിതം നിഴലിടാൻ നീ അനുവദിക്കണം. ക്രിസ്തു നിനക്കുള്ളിൽ ജനിക്കുവാൻ നീ തയ്യാറാണോ? ആമേൻ. തമ്പുരാനെ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ നിഴലിടണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമീൻ. ഹല്ലേലൂയ. തമ്പുരാനെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.